നമ്മൾ രണ്ട് മൈഗ്രേറ്ററി ഇൻസേർഷൻ റിയാക്ഷൻസ് മൈഗ്രേറ്ററി ഇൻസേർഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കാർബോണിൽ ഇൻസേർഷനും ആൽക്കിൻ ഇൻസേർഷനും. അതിൽ കാർബോണിൽ ഇൻസേർഷന് 3 മെക്കാനിസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അതിലുള്ള പോലെ ഡയറക്റ്റ് കാർബോണിൽ അഡീഷൻ, അതായത് CO13 നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാണ്. അപ്പം മെറ്റലിൻ്റെയും CH3യുടെയും ആൽക്കൈലിൻ്റെ ഇടയിൽ ആ CO13 എന്ന് പറയുന്ന ഗ്രൂപ്പ് വന്നിട്ട് ആഡ് ആവുന്ന ഒരു മെക്കാനിസം. പിന്നത്തേന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് CO ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതിലുള്ള CO തന്നെ റീഅറേഞ്ച് ചെയ്തിട്ട് CH3യുടെയും MNൻ്റെയും ഇടയിൽ വന്നിരിക്കുന്ന ഒരു മെക്കാനിസം. പിന്നെ മീഥൈൽ മൈഗ്രേറ്റ് ചെയ്തിട്ട് COൻ്റെ അപ്പുറത്ത് അറ്റത്തായിട്ട് വന്നിരിക്കുന്ന മെക്കാനിസം. അങ്ങനെ 3 മെക്കാനിസംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ടോപ്പിക്ക് എടുക്കാനുള്ളത് അതിൽ ഈ 3 മെക്കാനിസത്തിൻ്റെയും എവിഡൻസ് ചോദിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എവിഡൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ മോളിക്യൂൾ, അതായത് MnCH3CO5 എന്ന് പറയുന്ന ഈ ഒരു മോളിക്യൂൾ തന്നെ കോമ്പൗണ്ട് തന്നെ എടുക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു COനെ നമ്മൾ CO13 എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്തു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ CO13 ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് CH3CO MnCO13 CO4 എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മെക്കാനിസത്തിൽ എന്ത് വന്നു, ഈ അസൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COCH3 വരുന്ന ഗ്രൂപ്പിൽ ആ അസൈൽ ഗ്രൂപ്പിൻ്റെ ഭാഗത്താണ് ആ COയ്ക്കാണ് 13 എന്ന് പറയുന്ന ലേബൽ കിട്ടിയത്. പക്ഷെ നമ്മൾ എക്സ്പെരിമെൻറ്റിൽ ചെയ്ത് നോക്കിയ സമയത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസൈൽ ഗ്രൂപ്പിലെ COമേ ഈ CO13 ലേബൽ വന്നില്ല. സാധാ വെറും ഒരു CO, നമ്മൾ ലേബൽ ചെയ്യാത്ത സാധാ ഒരു CO ആണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഫസ്റ്റ് മെക്കാനിസം ഇവിടെ പോസിബിൾ അല്ല എന്നാണ്. ഫസ്റ്റ് മെക്കാനിസം പോസിബിൾ ആയിരുന്നെങ്കിൽ CO13 ലേബൽ ചെയ്ത് CO എവിടെ വന്നേനെ, അസൈൽ ഗ്രൂപ്പിൽ വന്നേനെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു CO13 ഗ്രൂപ്പും ഈ മീഥൈൽ ഗ്രൂപ്പ് അസൈൽ ഗ്രൂപ്പിന് ട്രാൻസ് ആയിട്ടൊന്നും വന്നില്ല. അപ്പോൾ ഫസ്റ്റ് മെക്കാനിസം അല്ല എന്ന് നമുക്ക് കിട്ടി. അതായത് ഇൻകമ്മിങ് ആയിട്ടുള്ള ഗ്യാഷ്യസ് COയും MCH3 ബോണ്ടും തമ്മിൽ, അതായത് ഇൻകമ്മിങ് ഗ്യാഷ്യസ് CO എന്ന് പറയുന്നത് നമ്മൾ ലേബൽ ചെയ്ത CO ആണ്. ഈ CH3 ബോണ്ട് തമ്മിൽ ഒരു റിയാക്ഷൻ ഉണ്ടായില്ല എന്നാണ് നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റുക. കാരണം ഉണ്ടായിരുന്നെങ്കിൽ ആ ലേബൽ ചെയ്ത CO അവിടെ വന്നിരുന്നേനെ. ഇത് ലേബൽ ചെയ്യാത്ത CO ആണ്, അവിടെ CO13 നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഒന്നാമത്തെ മെക്കാനിസം അല്ല ഈ മോളിക്യൂളിന് ഉണ്ടാവാമെന്ന് നമുക്ക് അങ്ങനെ ഓരോരോ മെക്കാനിസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ മെക്കാനിസം അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇത് നമ്മൾ ഇൻഫ്രാറെഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി ഇവിടെ നടക്കുന്നത് CO ഇൻസേർഷന് പകരം ആൽക്കൈൽ മൈഗ്രേഷനാണ്, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ മൈഗ്രേഷനാണ് നടക്കുന്നത്. COൻ്റെ ഇൻസേർഷനേക്കാളും കൂടുതൽ നടക്കുന്ന അതാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനൊരു എവിഡൻസ് ആയിട്ട് നമ്മൾ മെക്കാനിസം 2 ആണോ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് കൺസിഡർ ചെയ്തു. അപ്പോൾ മെക്കാനിസം 2 എന്താ നടക്കുന്നത്, നമ്മുടെ CO ഗ്രൂപ്പിൻ്റെ ഇൻസേർഷനാണ്, മൈഗ്രേറ്ററി ഇൻസേർഷനാണ് ഈ CH3യുടെ MNൻ്റെ ഇടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നിരുന്നപ്പോൾ എന്ത് സംഭവിച്ചതാ, ഇങ്ങനെ ഒരു മോളിക്യൂളാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുക. MnCH3യുടെ ഇടയിൽ ഒരു CO ഉണ്ട്, CO13 ലേബൽ ചെയ്ത ഒരു മോളിക്യൂള് വേറെയുണ്ട്. അപ്പോൾ ഇതാണ് ആ മോളിക്യൂള്. ഇനി ഈ ഒരു മോളിക്യൂളിൽ നിന്ന് ഒരു CO ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക. CO ഗ്രൂപ്പ് ഈ ഒരു മോളിക്യൂൾ ഉണ്ടായിട്ടുള്ള മോളിക്യൂളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ 4 പോസിബിലിറ്റി ഉണ്ട്. ഈ CO ഗ്രൂപ്പ് ഇപ്പോൾ ഇതിൽ CO13 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇതിലുണ്ട്. നമ്മുടെ അസൈൽ ഗ്രൂപ്പ്, അതായത് COCH എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പില്ലേ, ഈ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ CO ഉണ്ട്. അപ്പോൾ എലിമിനേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എലിമിനേറ്റ് ചെയ്ത COയ്ക്ക് എന്ത് ചെയ്യാം, ഈ CH3യുടെ സിസ് പൊസിഷനിലുള്ള ഏത് COനെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഈ ഹൊറിസോണ്ടലി കാണുന്ന CH3യുടെ ഹൊറിസോണ്ടലി കാണുന്ന ഈ CO ഇല്ലേ, ഈ CO എന്ന് പറയുന്നത് ട്രാൻസ് ആയിട്ട് നിൽക്കുന്ന CO ആണ്. ട്രാൻസ് പൊസിഷനിലേക്ക് മൈഗ്രേഷൻ സംഭവിക്കില്ല, റീപ്ലേസ്മെൻറ്റ് സംഭവിക്കില്ല. പകരം ഈ 4 സിസ് പൊസിഷൻ, അതായത് ഈ CH3യുടെ അടുത്ത് കിടക്കുന്ന ഈ CO തൊട്ടപ്പുറത്ത് കിടക്കുന്നതാണ്. പിന്നെ ECOയും വേറെ പ്ലെയിനിലാന്നേ ഉള്ളൂ, അതും സിസ്സായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചിട്ട് ഈ CO13 എഴുതിയ CO വേറെ സ്ഥലത്താണെന്നൊന്നും വിചാരിക്കരുത്. അത് ഒരേ പ്ലെയിനിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഈ COയും CH3യുടെ സിസ്സാണ്.
തൊട്ടപ്പുറത്ത് ഇപ്പുറത്തെ പ്ലെയിനായിട്ട് ECOയും ECOയും സിസ്സാണ്. അപ്പോൾ 4 സിസ് പൊസിഷൻസ് പോസിബിൾ ആണ്. അതുകൊണ്ട് ഈ പൊസിഷനിലെത്താൻ 25% ചാൻസ്, ഇതിൽ 25%, ഇതിൽ 25%, ഇതിൽ 25%, അങ്ങനെ എല്ലാ പൊസിഷനിലേക്കും പോകാൻ വേണ്ടിയിട്ട് 25% ചാൻസ് ആണുള്ളത്. അപ്പോൾ ഈ CH3യുടെ ഇപ്പുറത്ത് കിടക്കുന്ന ഈ അസൈൽ ഗ്രൂപ്പ് ഈ പൊസിഷനിലേക്ക് പോയെന്ന് വിചാരിക്കുക. ഈ നമ്മൾ CO13 ലാബിൽ ചെയ്ത പൊസിഷനിലേക്ക് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെയുള്ള CO13 ആണല്ലോ ഇത് റീപ്ലേസ് ചെയ്യുക. അതിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ 25% കോമ്പൗണ്ടിൽ CO13 ഇല്ലാത്ത ഒരു സെറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ CO വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നത് CO13 ആണെങ്കിൽ അത് സിസ് പൊസിഷനിലാണല്ലോ. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് CO13 ഇല്ലാത്ത 25% കോമ്പൗണ്ട് കിട്ടും. പിന്നെ ബാക്കി എന്തുണ്ട്, 75%ലും CO13 ഉള്ള കോമ്പൗണ്ട് കിട്ടും. അതാണ് 2 പോസിബിലിറ്റി ഉള്ളത്. അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. CO13 ഉള്ള 25% പ്രൊഡക്റ്റ്, CO13 ഇല്ലാത്ത 25%, ഉള്ള 75% പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി, ഇവിടെ ഇപ്പോൾ 25% നോ CO എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫിഗർ വരയ്ക്കണം. അതിനുശേഷം 3 എണ്ണം ഒരുപോലെയാണ്. ഈ 3 എണ്ണത്തിലും ഓരോ പൊസിഷനിലേക്ക് ഈ COൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ് വന്നിട്ടുള്ളത്. ഒരെണ്ണത്തിൽ ഒരു 25% എമൗണ്ടിൽ ഈ CH3യുടെ ട്രാൻസ് ആയിട്ടാണ് CO13 കിട്ടിയത് 25%. ബാക്കി 2 എണ്ണം സിസ് ആയിട്ടാണ് കിട്ടിയത്. അതിൻ്റെ പൊസിഷൻസ് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എന്താണ്, ഇവിടെ CH3യുടെ സൈഡിൽ ഈ CO13, ഇവിടെ CH3യുടെ സൈഡിൽ വേറൊരു CO ഉണ്ട്. അപ്പോൾ ഈ CO13ഉം CH3 തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിലും തൊട്ടപ്പുറത്തൊക്കെ കിടക്കുന്നത് COകൾ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഈക്വലായിട്ടുള്ള ഒരു കോൺഫിഗറേഷനാണ്. നമ്മൾ CO13 CH3യുടെ അടുത്തായിട്ട് സിസ്സായിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ CO13ഉം ഈ CH3യും സിസ്സായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ CO13 ഇവിടെയാണ്, ഇത് പക്ഷേ എബോവ് ദ പ്ലെയിൻ ആയതുകൊണ്ട് അതും സിസ് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 2 കോൺഫിഗറേഷൻ സിമിലർ ആണ്. അപ്പോൾ 50% ഈക്വൽ പ്രൊഡക്റ്റ് കിട്ടി, 25% CO13 ഇല്ലാത്ത പ്രൊഡക്റ്റ് കിട്ടി, 25% CO13 CH3യുടെ ട്രാൻസ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തു വരുന്ന ഒരേ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ആൽക്കൈൽ മൈഗ്രേഷൻ്റെ ഈ ഒരു മെക്കാനിസമാണ്. ഈ മെക്കാനിസത്തിലാണ് കറക്റ്റായിട്ട് വരുന്നത്. അതിലാണല്ലോ CO13 വന്നിട്ട് ഇൻസേർട്ടഡ് ആവുന്നത്, CH3 വന്നിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ CH3 മൈഗ്രേഷൻ എന്ന് CO ഇൻസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും CH3 മൈഗ്രേഷൻ, ആൽക്കൈൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഒരേ അർത്ഥമാണ് വരുന്നത്. പിന്നെ ഇതിൽ സ്റ്റീരിയോ കെമിക്കൽ എവിഡൻസ് ആണ്. അതായത് നമ്മൾ ഈഥൈൽ മൈഗ്രേഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇൻവേർഷൻ ഓഫ് പ്രൊഡക്റ്റും, CO ഇൻസേർഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റീടെൻഷൻ ഓഫ് കോൺഫിഗറേഷനാണ് കിട്ടുക. ET മൈഗ്രേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ഏതാണോ ഒറിജിനൽ കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ കിട്ടി. CO ഉണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക് റൈറ്റിലോട്ട് മാറി, ET ഉണ്ടായിരുന്നത് ലെഫ്റ്റിലോട്ട് മാറി. ഇനി അതിൽ CO ഇൻസേർഷനാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, ET വന്നിട്ട് COൻ്റെ ഉള്ളിൽ CO വന്നിട്ട് ETയുടെ ഇടയിൽ ഇൻസേർട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള 2 എന്ത് കിട്ടി, സ്റ്റീരിയോ കെമിക്കൽ എവിഡൻസ്. അപ്പോൾ സ്റ്റീരിയോ കെമിക്കൽ എവിഡൻസ് ആയിട്ട് ഇത് എഴുതണം. അതുപോലെ ഈ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആയിട്ട് നമ്മുടെ ഈ ഒരു പെർസെൻറ്റേജിൻ്റെ കാര്യവും എഴുതണം. അതാണ് CH3യുടെ എവിഡൻസ്.